ആലുവ എടത്തല പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ മൃഗസ്നേഹികളുടെ ഇന്നുവരെയും കാണാത്ത ഒരു പ്രതിഷേധ സമരം നടക്കുകയാണ്. മിണ്ടാപ്രാണികളുടെ സംരക്ഷകനും മൃഗസ്നേഹിയുമായ DK എന്നറിയപ്പെടുന്ന ദീപക് കൃഷ്ണയെ പോലീസിന്റെ ഒത്താശയോടുകൂടി കള്ളക്കേസിൽ കുടുക്കുവാൻ ശ്രമിക്കുകയും സോഷ്യൽ മീഡിയ വഴി നിരന്തരം അപമാനിക്കാൻ ശ്രമിക്കുന്നവരെ എതിരെയുള്ള സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് എടത്തല പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ്. ഇന്ന് വിഷൻ ന്യൂസ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് മൃഗസ്നേഹികൾ ഇവിടെ വന്നിരിക്കുകയാണല്ലേ. എവിടെന്നാ വന്നിരിക്കുന്നത് നിങ്ങളൊക്കെ? മൃഗസ്നേഹികളാണ് എല്ലാവരും. ഒരേ മൃഗത്തെ സ്നേഹിച്ചെന്ന് കരുതി മൃഗത്തെ സ്നേഹിക്കാം അല്ലെ? മൃഗത്തെ സ്നേഹിക്കാൻ പാടുള്ളൂ, മനുഷ്യനെ സ്നേഹിക്കാൻ പാടില്ല. മൃഗത്തിനെ സ്നേഹിക്കാം. മാഡം, എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? എന്താണ്, എന്തിനാണ് ഇങ്ങനെ കൂടിയിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്റെ കാര്യം കഷ്ടത്തിലായിട്ടില്ല. ഞാൻ അതിനാണ് മെയിൻ വന്നിക്കണേ. എന്റെ പട്ടികളും ഞാനും പട്ടിണിയിലാണ്. ഈ സാറ് വന്നില്ലെങ്കിൽ ഞാനും എന്റെ പട്ടികളും എന്ത് വന്നാലും ഈ ചേട്ടനോട് ചോദിക്കുക, വിഷം കൊടുത്ത് ഞാൻ മരിക്കാനുള്ള തയ്യാറെടുപ്പില്ല. കാര്യം അറിയാം, ഇവരാരെന്ത് പറഞ്ഞോട്ടെ, ഈ സാറിന് എന്റെ മൊബൈൽ നിങ്ങൾക്ക് തരാം. ഈ സാർ എന്നോട് സംസാരിച്ച് നിങ്ങൾക്ക് ഫുള്ള് കേൾക്കാം. പോലീസ് സ്റ്റേഷനിൽ എവിടെ വേണമെങ്കിൽ ഞാൻ ഹാജരായി പറയാം. എനിക്ക് ഇവരുടെ ആരെയും തെളിവ് വേണ്ട. ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കണ ഈ കാര്യത്തില്. ആ സാർ ഇവിടെ വന്നിട്ട് ഇത്രയും ഡോഗിന് ഏതാണ്ട് 1-2 കോടി രൂപ ചെലവാക്കി. എന്റെ അടുത്ത് പറഞ്ഞു, വിജി ഒരു ഡോഗ് വണ്ടി ഇടിച്ചാണ്. ആ വണ്ടി ഇടിച്ച ഡോഗിനെ ആ സ്പോട്ടിൽ നിന്ന് എടുക്കുക, വഴിക്ക് ചത്തോട്ടെ. കുട്ടനെല്ലൂർ ഒരു ഡോഗ് വണ്ടി ഇടിച്ചു. അതെനിക്ക് കോഴിക്കോട് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ആ ഗ്രൂപ്പിൽ ഞാൻ സാറിന് പെട്ടെന്ന് ഇട്ട് കൊടുത്തു. സാറ് പറഞ്ഞു, വിജി ഇപ്പം നാളേക്ക് വെക്കല്ലേ, ഇപ്പം എടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഇങ്ങനെ വണ്ടി എടുത്തു. എന്നിട്ട് ആ ഡോഗിനെ കൊണ്ടുവരുന്നത് ഞാനാ. പക്ഷെ ഇതിന്റെ പിന്നിലെ ആൾക്കാരൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ആരും അച്ഛനമില്ല. എന്റെ മൊബൈലില് ഗോഡ്സ് എന്നിട്ടെങ്ങനെ സാറിനെ പറ്റിയിട്ട് അറിയോ? എന്റെ എന്താ പറയാ, എന്റെ ദൈവമാണ് ആ മനുഷ്യൻ. ഒരുപാട് പേരുടെ അന്നമാണ് അദ്ദേഹം. ഒരുപാട് നായ്ക്കളുടെ അന്നമാണ് അദ്ദേഹം. ഒരുപാട് മനുഷ്യന്മാരുടെ അന്നമാണ് അദ്ദേഹം. അപ്പോ ഇത്രയും നേരം ഈ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിരുന്നില്ലേ? വിഷൻ ന്യൂസിന് വേണ്ടി വിനോദ് ചാക്യാർ, ആലുവ.